ഒട്ടും വെള്ളമില്ല കിണറ്റി. ടാനി എന്താ പറ്റിയമ്മ? രാവിലെ മുതലേ മോട്ടടിക്കുവാനെ ഒരു തുള്ളി വെള്ളം കയറുന്നില്ല. ഇപ്പഴേ ഞാൻ കിണറ്റിൻ്റെ അവിടെ വന്ന് നോക്കുന്നത്, ഒട്ടും വെള്ളമില്ല. ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലേ? പെട്ടെന്ന് എന്തൊരു ചൂടാ അതിൻ്റെ ഒരു ദൈവം. ഇനി എന്നെ എന്താ ചെയ്യും എനിക്കറിയാൻ വയ്യ ആകെ. അമ്മ, ഗവൺമെന്റിന്റെ പൈപ്പിൽ വെള്ളം കാണത്തില്ലയോ? എന്നാലും അത് കുടിക്കാൻ കൊള്ളത്തില്ല മോളെ. അത് ചേച്ചി ഞാൻ തോന്നിട്ട് ഇതിനകത്തൊന്നും വെള്ളമില്ല. അമ്മ, എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പോയി അമ്മ. എന്തൊരു ചൂടാ. ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പുറത്തെ വീട്ടിൽ ഞാനൊരു തൊട്ടി തന്നില്ല. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തോണ്ടോ, കൊച്ചിനും വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പോയി. ഞങ്ങൾ എടുത്തോണ്ട് ആന്റിയോട് ചോദിച്ചാൽ മതി ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞാൽ മതിയേ. വാ, നമുക്കിനി വെള്ളം എടുക്കാനൊന്നും പോകണ്ട. അതെന്ത് പറ്റി? ഞങ്ങൾ പൈപ്പിൽ നിന്ന് പോലും വെള്ളം എടുക്കാൻ സമ്മതിച്ചില്ലമ്മ. പിന്നെ ഞങ്ങൾ തൊട്ടിയും കയറും ഇട്ട് കോരിയെടുത്ത്. ആ തൊട്ടിയാണെങ്കിൽ വലിയൊരു തൊട്ടിയായിരുന്നു. പിന്നെ ഒരു വിധത്തെ ഞങ്ങൾ കോരിയെടുത്ത്. പിന്നെ ആൻറ്റി പറയുന്നത് വെള്ളമൊന്നും ഇല്ല എന്നൊക്കെയാണ്. പക്ഷെ വെള്ളമുണ്ട്, കിണറ്റ് വെള്ളമുണ്ട്. പക്ഷെ ആൻറ്റിക്ക് എന്തോ നമ്മൾ ചെല്ലുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ കഥമൊക്കെ അടച്ച് വീട്ടിനകത്ത് കയറി. ഞങ്ങൾ മൈൻഡ് പോലും ഇല്ല. എന്തോ ആൻറ്റിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇനി ഞങ്ങൾ പോകുന്നില്ല അമ്മ. കുഴപ്പമില്ല മോളെ, ഇനി അവിടെ വെള്ളം എടുക്കാൻ പോകണ്ട. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്കിഷ്ടം. ഞാൻ പക്ഷേ അങ്ങനെ വിചാരിച്ചു, നമുക്കൊരു അയൽവക്കം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വെള്ളം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ വിട്ടത്. വേണ്ട, കുഴപ്പമില്ല. ദൈവം നമുക്ക് വെള്ളം തരും. ഇന്ന് മഴ പെയ്യും, നീ നോക്കിക്കോ, ഉറപ്പായിട്ട് മഴ പെയ്യും. ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം നൽകാത്ത അയൽവക്കത്തേക്കാൾ നല്ലത് പെയ്യാൻ കാത്തിരിക്കുന്ന കാർമേഘം തന്നെ.